RVS Maths അക്കാഡമിയിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒരു ടോപ്പിക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്തത്? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യുന്നത് നോക്കി. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് വരുന്നത്? y ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ 3 ഫോർമുലയും പഠിച്ചു അല്ലേ. ഈ 3 ഫോർമുലയിൽ നമ്മൾ ശ്രദ്ധിച്ചു ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ C1 C2, തേർഡ് ഓർഡർ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ C1 C2 C3 എന്നൊക്കെ വരും. അതുപോലെ ഫോർത്ത് ഓർഡർ ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ C1 C2 C3 C4 4 ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി എത്ര ഓർഡറിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്താലും അത്രയും നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസ് നമ്മുടെ സൊല്യൂഷനകത്ത് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സൊല്യൂഷൻ, ആർബിട്രറി കോൺസ്റ്റന്റ് ഉള്ള സൊല്യൂഷനെ പറയുന്നതാണ് ജനറൽ സൊല്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പർട്ടിക്കുലർ സൊല്യൂഷനാണ്. അപ്പോൾ ജനറൽ സൊല്യൂഷനും പർട്ടിക്കുലർ സൊല്യൂഷനും തമ്മിൽ എന്താ വ്യത്യാസം? ഈ ആർബിട്രറി കോൺസ്റ്റന്റിന്റെ വാല്യൂസ് കൂടെ ഫൈൻഡ് ചെയ്തിട്ട് സൊല്യൂഷൻ എഴുതരുത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെ y ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ വരുന്ന ഹോമോജീനിയസ് സൊല്യൂഷൻ സോൾവ് ചെയ്യാനാണ് ഇന്നും പഠിപ്പിക്കുന്നത്. ആ ഹോമോജീനിയസ് സൊല്യൂഷന് ആർബിട്രറി കോൺസ്റ്റന്റ് ഉള്ള സൊല്യൂഷനും ഫൈൻഡ് ചെയ്യും, കഴിഞ്ഞതിൽ ചെയ്തതുപോലെ തന്നെ. അതിനുശേഷം C1 C2 C3 എന്നൊക്കെ വരുന്ന കോൺസ്റ്റന്റിനെ എങ്ങനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അത് ഫൈൻഡ് ചെയ്യാനായിട്ട് ക്വസ്റ്റിനകത്ത് ഇനിഷ്യൽ വാല്യൂസ് തന്നിരിക്കണം. ഇനിഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ y ഓഫ് 0 എന്നോ y ഡാഷ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് y ഡാഷ് y ഡബിൾ ഡാഷ് എന്നൊക്കെ പറഞ്ഞ് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് C1 C2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആർബിട്രറി കോൺസ്റ്റന്റ് ഫൈൻഡ് ചെയ്യാം. അതെങ്ങനെയാണോ മെത്തേഡ് എന്ന് നമുക്ക് പ്രോബ്ലത്തിലേക്ക് നോക്കാം. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ ബാക്കി വ്യൂയാണ് ഇന്നത്തെ നമ്മൾ പഠിക്കുന്നത്. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഇതുവരെ എന്ത് പഠിച്ചു? ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ 2 ടൈപ്പിലുണ്ട്. എന്തൊക്കെയാണത്? ഹോമോജീനിയസും നോൺ ഹോമോജീനിയസും. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഡി ഇൻറ്റു വൈ ഈക്വൽ ടു 0 എന്ന് വരുന്ന ഇക്വേഷനാണ് ഹോമോജീനിയസ്. അതിൻ്റെ സൊല്യൂഷൻ y ഈക്വൽ ടു CF മാത്രമാണ്. അടുത്ത നോൺ ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഡി ഇൻറ്റു വൈ ഈക്വൽ ടു R ഓഫ് X, RHS പാർട്ടും കൂടെ ഉള്ള ടൈപ്പാണ് നോൺ ഹോമോജീനിയസ്. അതിൻ്റെ സൊല്യൂഷൻ y ഇസ് ഈക്വൽ ടു CF പ്ലസ് PI എന്നുള്ള ഫോമിലാണ്. അപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ എന്താണ്? ഈ CF പാർട്ട് ജനറൽ സൊല്യൂഷൻ മാത്രം നമ്മൾ ഫൈൻഡ് ചെയ്തോളൂ അല്ലേ. y ഈക്വൽ ടു CF എന്ന് പറയുന്ന പാർട്ട് മാത്രമേ നമ്മളിതുവരെ കണ്ടുപിടിച്ചോളൂ. അപ്പോൾ അതിൽ തന്നെ CF ഫൈൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് C1 C2 C3 എന്ന് പറഞ്ഞിട്ട് ആർബിട്രറി ഫംഗ്ഷൻസ് വന്നില്ലേ. y is equal to ഇങ്ങനെയൊക്കെയല്ലേ എഴുതിയിട്ടുണ്ടായിരുന്നത്? C1 പ്ലസ് C2 X ഇൻറ്റു e റൈസ് ടു 2x ഇതുപോലെയൊക്കെയല്ലേ ആൻസർ വന്നിട്ടുണ്ടാവുക. അപ്പം C1 C2 C3 എന്നൊക്കെ പറഞ്ഞിട്ട് ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ C1 C2 കൂടെ ഫൈൻഡ് ചെയ്യാനാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ C1 C2 ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? C1 C2 ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഇനിഷ്യൽ കണ്ടീഷൻസ് എന്തെങ്കിലും തന്നിട്ടുണ്ടായിരിക്കണം. അതിനാണ് നമ്മൾ പറയുന്നത് ഇനിഷ്യൽ വാല്യൂസ് തന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തിന് നമുക്ക് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എന്നും പറയാം. ഇനിഷ്യൽ വാല്യൂ തന്നിട്ട് ഈ ആർബിട്രറി കോൺസ്റ്റന്റ് C1 C2 ഫൈൻഡ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ C1 C2 ഫൈൻഡ് ചെയ്തിട്ട് സൊല്യൂഷൻ എഴുതുന്നതിനെയാണ് നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആർബിട്രറി കോൺസ്റ്റന്റോടുകൂടി എഴുതുന്ന സൊല്യൂഷനെ പറയുന്ന പേര് ജനറൽ സൊല്യൂഷൻ എന്നാണ്. അപ്പോൾ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ലീനിയർ ഹോമോജീനിയസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതാണ് നമ്മുടെ ഈ ടോപ്പിക്കിൻ്റെ പേര്. ഓക്കെ, വേറെ ഒന്നുമല്ല, പേര് കേട്ടിട്ട് പേടിക്കേണ്ട. നമുക്ക് എന്ത് ആവശ്യമുള്ളൂ? ഇനിഷ്യൽ വാല്യൂസ് തന്നിട്ടുണ്ടായിരിക്കും, അത് യൂസ് ചെയ്ത് C1 C2 ഫൈൻഡ് ചെയ്യണം. ക്വസ്റ്റ്യൻ തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് y double dash plus y is equal to 0 where y of 0 is equal to 3 and y dash of 0 is equal to minus 0.5. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കിപ്പം സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് y is equal to 0 എന്ന് കണ്ടാൽ തന്നെ നമുക്ക് എന്തറിയാം? ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതും എങ്ങനത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്? ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതിൻ്റെ സൊല്യൂഷൻ y is equal to CF മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം അല്ലേ. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന സൊല്യൂഷനെ ക്യാപിറ്റൽ ഡിയിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയായിരുന്നു? തന്നിരിക്കുന്ന ഇക്വേഷനെ ക്യാപിറ്റൽ ഡിയിലേക്ക് മാറ്റുമ്പോൾ D² y ഡബിൾ ഡാഷിന് D² പ്ലസ് അടുത്തതിൽ ഡെറിവേറ്റീവ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1 ഇൻറ്റു y ഈക്വൽ ടു 0 എന്ന് എഴുതി. അടുത്ത് എന്താ എഴുതേണ്ടത്? ഓക്സിലറി ഇക്വേഷൻ എഴുതണം. ഓക്സിലറി ഇക്വേഷൻ എങ്ങനെ എഴുതുന്നത്? പുട്ട് D ഈക്വൽ ടു M എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തപ്പോൾ ഇത് M² പ്ലസ് 1 ഈക്വൽ ടു 0, ദറ്റ് ഈസ് M² ഇസ് ഈക്വൽ ടു -1, M ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് I. റൂട്ട് ഓഫ് -1 എന്ന് പറഞ്ഞാൽ I ആണ്. അപ്പോൾ M ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് I. CF എന്താ കിട്ടിയത്? e റൈസ് ടു ആൽഫ എക്സ് ഇൻറ്റു C1 കോസ് ബീറ്റ എക്സ് പ്ലസ് C2 സൈൻ ബീറ്റ എക്സ്. ഇവിടെ ആൽഫ എന്ന് പറയുന്ന 0 ആണ്, ബീറ്റ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടുത്തെ ഫോമുല C1 കോസ് ബീറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് C2 സൈൻ എക്സ് ഇൻറ്റു e റൈസ് ടു 0x. e റൈസ് ടു 0x 1 ആയതുകൊണ്ട് അത് എഴുതാത്തെ. സോ y ഈസ് ഈക്വൽ ടു സൊല്യൂഷൻ എടുത്ത് എഴുതുമ്പോൾ എങ്ങനെയാണ്? C1 കോസ് എക്സ് പ്ലസ്
C2 sin x. നമുക്ക് ആൻസർ ആയല്ലേ. ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. കോൺസ്റ്റന്റ് ഉള്ള ഇത് നമുക്ക് ജനറൽ സൊല്യൂഷൻ. ഇനിഷ്യൽ വാല്യൂസ് തന്നിരിക്കുന്നുണ്ടോ, y(0) = 3, y'(0) = -0.5 എന്നൊക്കെ പറഞ്ഞ് തന്നിരിക്കുന്നുണ്ടോ. അത് തന്നിരിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഈ C1 C2 ഫൈൻഡ് ചെയ്യാനാണ്. അപ്പോൾ ശരിക്കുള്ള പ്രൊസീജിയറാണ് ഞാൻ ഇവിടെ പറയുന്നത്. ആ പ്രൊസീജിയർ ശ്രദ്ധിച്ചോളൂ. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ y= എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം y(x) = C1 cos x + C2 sin x എന്നാണ്. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇതിൽ C1 C2 ഫൈൻഡ് ചെയ്ത് നമുക്ക് ഈ സൊല്യൂഷനകത്താണ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എന്താ തന്നിരിക്കുന്നത്, ഗിവൺ y(0) = 3. അതായത് ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ ഉള്ളത്, 0. അപ്പോൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് വരേണ്ടത്, C1 cos 0 + C2 sin 0 = 3. sin 0 എന്തുവാണ്, 0. അപ്പോൾ ഈ ടേം എന്തായി പോകും, 0 ആയി പോകും. cos 0 എന്തുവാണ്, 1. അപ്പോൾ C1ൻ്റെ വാല്യൂ കിട്ടി, C1 = 3 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, C2 ഫൈൻഡ് ചെയ്യണം. അതിനെന്തൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, y'(0). y' സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എൻ്റെ y(x) അല്ലേ ഉള്ളൂ, അയാളെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ y'(x) ഫസ്റ്റ് ഫൈൻഡ് ചെയ്യാം. C1 cos x ഡെറിവേറ്റീവ് എന്താ, C1 കോൺസ്റ്റൻ്റ് ആണ്. cos x ഡെറിവേറ്റീവ് -sin x + C2 കോൺസ്റ്റൻ്റ് ആണ്. sin x ഡെറിവേറ്റീവ് cos x. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് ഗിവൺ y'(0) = -0.5. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ ഇതെങ്ങനെ മാറും, -C1 sin 0 + C2 cos 0 = -0.5. sin 0 എന്തുവാണ്, 0. cos 0യോ 1. അപ്പോൾ C2 = -0.5 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ C1 C2 നമുക്ക് ആൻസർ കിട്ടി. ഇതിനെ കൊണ്ട് എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമ്മൾ y(x) എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നതിനകത്ത് y(x) = C1ൻ്റെ സ്ഥാനത്ത് 3 × cos x, C2ൻ്റെ സ്ഥാനത്ത് -0.5 × sin x എന്ന് പറയാം. ഇതാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. C1ൻ്റെയും C2ൻ്റെയും വാല്യൂ ഫൈൻഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ആ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്തു. ഓക്കെ, നമ്മുടെ ഈ ഇക്വേഷൻ ഓർഡർ എന്തുവായിരുന്നു, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് ഇത് ഡയറക്റ്റ് മെത്തേഡാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമുക്ക് വേറൊരു മെത്തേഡ് കൂടെ ഉണ്ട്. ഞാൻ കുറച്ച് ഫോമുല പറയാൻ പോവാണ്. ഓക്കെ, ആ ഫോമുല എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നോട്ടാണ്. നമ്മുടെ CF എന്ന് പറഞ്ഞ് സൊല്യൂഷൻ വന്നിരിക്കുന്നത് C1e⁻m1x + C2e⁻m2x എന്നാണെങ്കിൽ y(0) എന്ന് പറയുന്നത് C1 + C2 എന്നായിരിക്കും. അതുപോലെ y'(0) എന്ന് പറയുന്നത് m1 C1 + m2 C2 എന്നായിരിക്കും. ഇത് എപ്പോഴാണ് ഇങ്ങനെ വരിക, നമ്മുടെ റൂട്ട് ഡിഫറെൻ്റ് ആണെങ്കിൽ ഇതാണ് ഫോമുല. ഓക്കെ, റൂട്ട് ഡിഫറെൻ്റ് ആണെങ്കിലുള്ള ഫോമുലയാണ് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത റൂട്ട് സെയിം ആണെങ്കിൽ നോട്ട് 2. സപ്പോസ് y = C1 + C2x × e⁻mx എന്നാണെങ്കിൽ y(0) = C1 ആയിരിക്കും. y'(0) = mC1 + C2 എന്നായിരിക്കും. ഇതാണ് രണ്ടാമത്തെ ഫോമുല. ഇനി ഒരു ഫോമുല കൂടെ ഉണ്ട്. അതനുസരിച്ച് y = e⁻αx × C1 cos βx + C2 sin βx ആണെങ്കിൽ നമ്മുടെ y(0) എന്ന് പറയുന്നത് C1 ആയിരിക്കും. y'(0) എന്ന് പറയുന്നത് αC1 + βC2. ഇതാണ് 3 ഫോമുല. ഓക്കെ, ഫോമുല കാണാതെ പഠിക്കാൻ ഇഷ്ടമുള്ളവർ ഇല്ലാത്തവർ ഈ ഫോമുല അങ്ങ് മറന്നേക്ക്. ഈ പ്രൊസീജിയർ അനുസരിച്ച് ഇങ്ങനെ ചെയ്താൽ മതി. എന്ത് ചെയ്യണം, y(x) കിട്ടും, y(0) അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഒരു വാല്യൂ കിട്ടും. അടുത്ത് y'(x) ഫൈൻഡ് ചെയ്യുക, അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സപ്പോസ് 2 ഇക്വേഷൻ കിട്ടി, അത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോഴേക്കും C1 C2ൻ്റെ ആൻസർ കിട്ടും. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള പ്രൊസീജിയർ. ഇത് ഞാൻ നമ്മുടെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ മാത്രമേ ഈ 3 യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, സെക്കൻഡ് ഓർഡർ ആയിരിക്കണം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, y(0) y'(0) ഈ ഒരു കേസിൽ മാത്രമേ ഈ ഫോമുല യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം സാധാരണ ഗേറ്റ് എക്സാം അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കാണ് ഇതുപോലെ എളുപ്പത്തിന് പറഞ്ഞു കൊടുക്കുക. അതല്ലാണ്ട് ക്വസ്റ്റ്യനിൽ ഇപ്പോൾ y(1) എന്നാണെങ്കിൽ ഈ ഫോമുല അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ, 0 ആവുന്ന കണ്ടീഷനിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന ഫോമുല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡയറക്റ്റ് മെത്തേഡ്. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ y(0) y'(0) ഒക്കെയാണ് കണ്ടിട്ടുള്ളത്.
ഡയറക്റ്റ് പ്രൊസീജിയർ ഞാനിതാ പറഞ്ഞു തന്നു. ഇത് എളുപ്പത്തിന് പറഞ്ഞു. നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ 0 ഉള്ളതാണ് ചോദിക്കുന്നത്. നമ്മുടെ ടെസ്റ്റിനകത്ത് നിന്ന് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാം 0 വരുന്നതാണ്. സപ്പോസ് ഇവിടെ 1 എന്നും 2 എന്നൊക്കെ വന്നാൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുമോ? മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ തന്ന ഫോമിൽ വെച്ചിട്ട് സെയിം ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ എന്താ നിങ്ങളുടെ CF എന്ന് പറയുന്നത്? CF is equal to C1 cos x plus C2 sin x. അതായത് ഈ കേസ് അല്ലേ, നിങ്ങളുടെ മൂന്നാമത്തെ കേസാണ് ഇവിടെ വന്നിരിക്കുന്നത്. y equal to എന്തുവാ? y is equal to e raised to alpha x into C1 cos beta x plus C2 sin beta x എന്നുള്ള ഫോമിലാണ് നിങ്ങളുടെ CF വന്നിരിക്കുന്നത്. എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഇവിടെ y is equal to C1 cos x plus C2 sin x എന്നാണ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഹിയർ ആൽഫ ഈക്വൽ ടു 0 ആൻഡ് ബീറ്റ ഈക്വൽ ടു 1. അപ്പോൾ ഈ കേസാണ്. ഇങ്ങനെ വന്നാൽ y ഓഫ് 0 ഇസ് ഈക്വൽ ടു എന്തുവാ? ഫസ്റ്റ് കണ്ടീഷൻ y ഓഫ് 0 ഇസ് ഈക്വൽ ടു C1. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്? ഗിവൺ എന്തുവാ? y ഓഫ് 0 ഇസ് ഈക്വൽ ടു 3. അപ്പോൾ ഇത് രണ്ടും കൂടെ C1 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. ഒരിടത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല, ഡയറക്റ്റ് ആയിട്ട്. ഇതുപോലെ y ഓഫ് 0 ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും കൊടുത്തില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതിയതാണ്. ആ ഫോമിൽ ഓർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. അടുത്ത ഇവിടുത്തെ രണ്ടാമത്തെ കണ്ടീഷൻ എന്തുവാണ്? y ഡാഷ് ഓഫ് 0 ഇസ് ഈക്വൽ ടു ആൽഫ C1 പ്ലസ് ബീറ്റ C2. ഇതാണ് ഫോമുല. അപ്പോൾ y ഡാഷ് ഓഫ് 0 ക്വസ്റ്റ്യനിൽ എന്താ തന്നിരുന്നത്? ക്വസ്റ്റ്യനിൽ y ഡാഷ് ഓഫ് 0 ഇസ് ഈക്വൽ ടു -0.5. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -0.5 ഇസ് ഈക്വൽ ടു ആൽഫയുടെ സ്ഥാനത്ത് എന്താ? 0 ആണ് വരുന്നത്. സോ ഫസ്റ്റ് ടേം 0 പ്ലസ് ബീറ്റയുടെ സ്ഥാനത്ത് 1 ഇൻറ്റു C2. സോ C2 ഇസ് ഈക്വൽ ടു -0.5 എന്ന് കിട്ടി. ഇത് മിക്കവാറും ഞാനിത് എങ്ങനെയാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാത്രമാണ് ഈ മെത്തേഡ് പറഞ്ഞു കൊടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ രണ്ടും പറഞ്ഞു തരുവാണ്. നിങ്ങൾക്ക് എക്സാമിന് എളുപ്പമുള്ള മെത്തേഡ് ചെയ്യാം, ആരും മാർക്കൊന്നും കുറയ്ക്കത്തില്ല. പക്ഷെ നമുക്ക് 3 ഡയമെൻഷണൽ ഇക്വേഷൻ, തേർഡ് ഓർഡർ ഇക്വേഷൻ വരും. അപ്പോഴും ചെയ്യാനായിട്ട് കറക്റ്റ് പ്രൊസീജിയർ പോയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 3 ഫോമിലെ ഒന്ന് ഓർത്ത് വെച്ചേക്കും. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. നോക്കിയാൽ നമുക്ക് കറക്റ്റ് ആൻസർ C2 ഈക്വൽ ടു -0.5 C1 ഈക്വൽ ടു 3. നിങ്ങൾക്ക് ഇതിൽ ഏത് മെത്തേഡാണ് ഈസിന്ന് തോന്നുന്നത് ആ മെത്തേഡ് ഫോളോ ചെയ്യാം. Next question, solve initial value problem of y double dash plus y dash minus 6y is equal to 0, where y of 0 is equal to 10 and y dash of 0 is equal to 0. Okay, initial value problem solve ചെയ്യാൻ തന്നെ C1 C2 arbitrary constant value find ചെയ്യണം. y double dash എന്നാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്യാപിറ്റൽ ഡിയിലേക്ക് എഴുതുമ്പോൾ എങ്ങനെയാണ്? d സ്ക്വയർ പ്ലസ് d മൈനസ് 6 ഇൻറ്റു y ഈക്വൽ ടു 0. അടുത്ത ഓക്സിലറി ഇക്വേഷൻ എഴുതാനായിട്ട് ഡിക്ക് നമ്മൾ m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇക്വേഷൻ ഓക്സിലറി ഇക്വേഷൻ എങ്ങനെയായി മാറും? m സ്ക്വയർ പ്ലസ് m മൈനസ് 6 ഇസ് ഈക്വൽ ടു 0. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6 വേണം, ആഡ് ചെയ്യുമ്പം 1 വേണം. m+3 ഇൻറ്റു m-2 ഇസ് ഈക്വൽ ടു 0 ആണ്. കാരണം 3 ഇൻറ്റു -2 -6 ആണ്. 3 + -2 1 ആണ്. സോ എമ്മിൻ്റെ വാല്യൂ എന്തൊക്കെ കിട്ടി? -3 എന്നും 2 എന്നും കിട്ടി. ഡിഫറെൻ്റ് ആവുമ്പോൾ CFൻ്റെ ഫോമിൽ എന്തുവാണ്? y ഇസ് ഈക്വൽ ടു CF ഇസ് ഈക്വൽ ടു C1 e raised to -3x പ്ലസ് C2 e raised to 2x. രണ്ട് രീതിയിൽ എഴുതാം. ആദ്യം ഞാൻ എളുപ്പമുള്ള വഴിയും അല്ലാതെ ഡയറക്റ്റ് മെത്തേഡും ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഡിഫറെൻറ്റ് റൂട്ട് C1 e raised to m1x പ്ലസ് C2 e raised to m2x എന്ന് വന്നാൽ എങ്ങനെ എഴുതണം എന്നാണ് പറഞ്ഞത്? y is equal to C1 e raised to m1x പ്ലസ് C2 e raised to m2x ആണെങ്കിൽ y of 0 is equal to C1 plus C2. y of 0 is equal to C1 plus C2. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ y of 0 എന്താ തന്നിരിക്കുന്നത്? y of 0 is equal to 10. Given y of 0 is equal to 10. അപ്പോൾ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം C1 plus C2 എന്തെന്ന് കിട്ടി? 10 എന്ന് കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ 1. അടുത്ത് എന്താ എഴുതിയിരിക്കുന്നത്? y ഡാഷ് ഓഫ് 0 is equal to m1 C1 plus m2 C2. അപ്പോൾ y ഡാഷ് ഓഫ് 0 is equal to m1 C1 plus m2 C2. ഇതാണ് അടുത്ത ഫോമുല. അപ്പോൾ y ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ എന്തുവാണ്? ഗിവൺ y dash of 0 is equal to 0. Therefore, equation എങ്ങനെ മാറും? 0 is equal to m1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റൂട്ട് -3c1, m2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റൂട്ട് പ്ലസ് 2c2. ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ 2. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? നമുക്ക് സോൾവ് ചെയ്യണം അല്ലേ. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഈ ഇക്വേഷനിൽ C1ൻ്റെ കോയിഫിഷ്യൻ -3, ഇവിടെ ഈ C1ൻ്റെ കോയിഫിഷ്യൻ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 3 ചെയ്ത് നോക്കട്ടെ. അപ്പോൾ 3c1 പ്ലസ് 3c2 is equal to 13 now. Second equation ഞാൻ അങ്ങനെ തന്നെ എടുത്ത് എഴുതണം. സെക്കൻഡ് ഇക്വേഷൻ ഇംപ്ലൈസ് -3c1 പ്ലസ് 2c2 is equal to 0. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുക. എങ്ങനെ സോൾവ് ചെയ്യാം? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ? -3c1 പ്ലസ് 3c1 കൂടെ അത് 0 ആയി പോകുന്നു. 3c1 പ്ലസ് 2c2 എന്ന് പറഞ്ഞാൽ 5c2 is equal to 30, or c2 is equal to 30
by 5 which is equal to എത്രയാണ് വരുന്നത് 6 എന്ന് നമുക്ക് ആൻസർ വരുന്നുണ്ട്. ഇതിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സപ്പോസ് ഞാൻ ഈ രണ്ടാമത്തെ ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെയായി മാറും? -3c1 + 2c2 എന്നുള്ളത് -3c1 c2 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ +12 is equal to 0 or -3c1 is equal to -12 c1 is equal to 4. ആൻസർ ആയില്ലേ? Therefore solution is y is equal to 4e raised to -3x plus 6e raised to 2x. ഇതാണ് ലാസ്റ്റ് പർട്ടിക്കുലർ സൊല്യൂഷൻ. നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഇത് എളുപ്പത്തിന് ഞാൻ പറഞ്ഞിരുന്ന മെത്തേഡ്. ശരിക്കും ഇത് നമ്മൾ ചെയ്യാൻ ഡയറക്റ്റ് മെത്തേഡ് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? ഇവിടെ നിന്ന് തുടങ്ങാം. അടുത്ത് എന്താ ചെയ്യേണ്ടത്? y of x is equal to എന്ന് ഇതാണ് നിങ്ങളുടെ കണ്ടീഷൻ. അവിടെ y of 0 is equal to 10 എന്നുള്ളതിൽ എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ c1 e raised to 0 പ്ലസ് c2 e raised to 0 is equal to 10. അതിൽ നിന്ന് c1 പ്ലസ് c2 is equal to 10 എന്ന് കിട്ടും. ഓക്കെ, അത് ഇക്വേഷൻ 1. ഈ സ്റ്റെപ്പ്. അടുത്ത y ഡാഷ് ഓഫ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ y ഓഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് y ഡാഷ് ഓഫ് എക്സ് എഴുതുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത്? c1 e raised to -3xന്റെ ഡെറിവേറ്റീവ് -3 e raised to -3xന്റെ ഡെറിവേറ്റീവ് ആണ് -3 ഇൻറ്റു e raised to -3x. c1 അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റൻറ്റ് പ്ലസ് c2 അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റൻറ്റ് ഇൻറ്റു e raised to 2xന്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു e raised to 2x. ഓക്കെ, ഇനി y ഡാഷ് ഓഫ് 0 is equal to 0 എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -3c1 e raised to 0 plus 2c2 e raised to 0 is equal to 0. That is -3c1 plus 2c2 is equal to 0. അതെന്തായി മാറും? ഇക്വേഷൻ 2 ആയി മാറും. ഈ രണ്ട് സ്റ്റെപ്പും അല്ലേ, ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2, ഈ രണ്ട് സ്റ്റെപ്പും നമ്മൾ സോൾവ് ചെയ്തെത്തി. അതാ ഈ സ്റ്റെപ്പും നമ്മളിത് എങ്ങനെയാണ് സോൾവ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ വരേണ്ടത്. ബാക്കി ഇതേ ഈ പ്രൊസീജിയറിൽ ഇതിൻ്റെ ബാക്കി സ്റ്റെപ്പ് എന്താണ്? ഇക്വേഷൻ 1 × 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ വരണം. നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ടുള്ള മെത്തേഡ് ആ മെത്തേഡ് യൂസ് ചെയ്ത് പ്രോബ്ലം ചെയ്യാം. Next question, solve initial value problem y double dash plus y dash plus 0.25y is equal to 0 where y of 0 is equal to 3 and y dash of 0 is equal to -3.5. Again same procedure. ആദ്യം എന്താ എഴുതേണ്ടത്? ക്യാപിറ്റൽ ഡിയിലേക്ക് ആക്കണം. ക്യാപിറ്റൽ ഡിയിലേക്ക് ആക്കുമ്പോൾ ഇതെങ്ങനെയാണ്? d² പ്ലസ് y ഡാഷ് എന്നുള്ളത് d ആവും പ്ലസ് 0.25 ഇൻറ്റു ബ്രാക്കറ്റിന് പുറത്ത് y ഈക്വൽ ടു 0. അടുത്ത ഓക്സിലറി ഇക്വേഷൻ എഴുതാനായിട്ട് ഡിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഓക്സിലറി ഇക്വേഷൻ എങ്ങനെ വരും? m² പ്ലസ് m പ്ലസ് 0.25 ഇസ് ഈക്വൽ ടു 0. ഇത് കാണുമ്പോൾ തന്നെ അറിയാം m പ്ലസ് 0.5 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 അല്ലേ? കാരണം 0.5ൻ്റെ സ്ക്വയർ ആണ് 0.25. 0.5 ഇൻറ്റു 2 ആണ് 1. അപ്പം ഇതിൻ്റെ എക്സ്പാൻഷനാണ്. ഇതൊന്ന് അങ്ങനെ കണ്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്യാം. ഓർ m ഈക്വൽ ടു -0.5, -0.5. ഓക്കെ, സെയിം റൂട്ടായി. അപ്പോൾ y is equal to cf is equal to എന്തും ഇവിടെ ആൻസർ കിട്ടുന്നത് സെയിം ആയത് കാരണം c1 പ്ലസ് c2x ഇൻറ്റു e raised to -0.5x. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. നമുക്ക് ഈസി മെത്തേഡ് ചെയ്ത് നോക്കാം. ഈ ഫോമുല ആലോചിച്ചിട്ടാണെങ്കിൽ സെയിം ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? y of 0 is equal to c1. അതാണ് സെയിം ഇക്വേഷൻ വരുമ്പോൾ ഉള്ള കണ്ടീഷൻ. ഇവിടെ 0 തന്നെയാണ് രണ്ടെണ്ണം, അതുകൊണ്ടാണ് ആ ഫോമുല യൂസ് ചെയ്യണം. y of 0 equal to c1 മീൻസ് ഇവിടെ എന്താ ക്വസ്റ്റിന് തന്നേക്കുന്നത്? ഗിവൺ y of 0 is equal to 3. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? c1 is equal to 3 എന്ന് നമുക്ക് കിട്ടി അല്ലേ? അടുത്ത രണ്ടാമത്തെ ഫോമുല എന്താ? ഇവിടെ y dash of 0 is equal to mc1 plus c2. അടുത്ത y dash of 0 is equal to mc1 plus c2. ഇവിടെ ക്വസ്റ്റ്യനിൽ y dash of 0 എന്താ തന്നേക്കുന്നത്? ഗിവൺ y dash of 0 is equal to -3.5. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം -3.5 is equal to m എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരുന്നു? -0.5 c1 പ്ലസ് c2. c1 എന്ന് പറയുന്നത് എന്തുമായിരുന്നു? ഇവിടെ 3 ആയിരുന്നു. സോ ദിസ് ഈക്വൽ ടു -3.5 is equal to -0.5 ഇൻറ്റു c1 എന്ന് പറഞ്ഞാൽ 3 പ്ലസ് c2. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു -3.5 is equal to -1.5 plus c2 or c2 is equal to -3.5ഉം ഈ മൈനസ് അപ്പുറത്തേക്ക് പോകുമ്പം -3.5 പ്ലസ് 1.5 എന്ന് വരും. സോ ആൻസർ -2. c2 is equal to -2. Therefore solution is y is equal to 3 c2ൻ്റെ സ്ഥാനത്ത് -2x ഇൻറ്റു e raised to -0.5x. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടി. ബട്ട് ഇത് ഡയറക്റ്റ് മെത്തേഡ് ചെയ്യുമായിരുന്നെങ്കിലോ?
ഡയറക്റ്റ് മെത്തേഡ് ഞാൻ 3 ഓരോന്ന് ചെയ്ത് കാണിച്ചില്ല. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡിലാണ് ചെയ്തിരുന്നെങ്കിൽ ശ്രദ്ധിച്ചോളെ. ഡയറക്റ്റായിട്ട് ഇത് നമ്മുടെ ആൻസർ ഇവിടെ തീർന്നു. ഓർ ഇതെങ്ങനെ ചെയ്യാം? ഈ വൈ ഓഫ് എക്സിൽ നിന്ന് തുടങ്ങുമ്പോൾ വൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു C1 e raised to minus 0.5x പ്ലസ് C2x e raised to minus 0.5x. y of 0 is equal to 3 എന്ന് പറഞ്ഞാൽ എക്സിന് 0 കൊടുക്കുമ്പോൾ ഇത് C1 plus 0, എക്സിൻ്റെ സ്ഥാനത്ത് 0 വരുമ്പോൾ ഈ ടേം ഫുൾ 0 ആകത്തില്ലേ, is equal to 3 or C1 is equal to 3. ഓക്കെ, അടുത്ത y dash of x ഫൈൻഡ് ചെയ്യാന്നാണ്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇയാളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണേ. C1 കോൺസ്റ്റൻ്റ് ആണ്. e raised to minus 0.5xൻ്റെ ഡെറിവേറ്റീവ് minus 0.5 into e raised to minus 0.5x പ്ലസ് C2 ഇൻറ്റു പ്രോഡക്റ്റ് റൂൾ വേണം കേട്ടോ. എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് 0.5xൻ്റെ പ്രോഡക്റ്റ് റൂൾ. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു മൈനസ് 0.5x മൈനസ് 0.5 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 0.5x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സെക്കൻഡ് ഫംഗ്ഷൻ ഇ റേസ് ടു മൈനസ് 0.5x. ഇതാണ് നിങ്ങളുടെ y ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ y ഡാഷ് ഓഫ് 0 ഇസ് ഈക്വൽ ടു മൈനസ് 3.5 എന്ന് പറഞ്ഞാൽ ഇതിൽ എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ മൈനസ് 0.5 C1. അടുത്ത ടേം നോക്കിക്കുക, ഇവിടെ എക്സ് ഉള്ളത് കൊണ്ട് ഈ ടേം 0 ആയി പോകും. അതിൻ്റെ അടുത്ത ടേമിൽ പ്ലസ് C2 ഇൻറ്റു ഇ റേസ് ടു 0 1 ഇസ് ഈക്വൽ ടു മൈനസ് 3.5. ഈ സെയിം സ്റ്റെപ്പ് എത്തിയില്ലേ. മൈനസ് 3.5 ഇസ് ഈക്വൽ ടു മൈനസ് 0.5 C1 പ്ലസ് C2. അതിനുമ്പോൾ C1 ഇസ് ഈക്വൽ 3. ബാക്കി ഇതുപോലെ സിംപ്ലിഫൈ ചെയ്യണം. അപ്പം ഈസി ഏതാണോ ആ മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാൻ രണ്ടും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ഞാൻ എല്ലാത്തിനും പറഞ്ഞു തരാൻ കാരണം നമുക്കൊരു 3rd ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ ഈ പ്രൊസീജിയർ അറിഞ്ഞിരുന്നേ പറ്റത്തുള്ളൂ. കാരണം ഇതേപോലെയാണ് 3rd ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ എളുപ്പ വഴിയില്ല നമുക്ക്. അപ്പോൾ ഈ മെത്തേഡിലൂടെ നമുക്കത് സോൾവ് ചെയ്തെത്താൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് y3 dash minus y double dash plus 100y dash minus 100y equal to 0, where y of 0 is equal to 4, y dash of 0 is equal to 11 and y double dash of 0 is equal to minus 299. പ്രോബ്ലം ചെയ്യാം. ഈ പ്രോബ്ലവും തൊട്ട് മുന്നിലത്തെ ക്വസ്റ്റ്യൻ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രോബ്ലത്തിനകത്ത് എത്രയാ ഓർഡർ y3 dash. പക്ഷേ നമ്മൾ ഇതിന് മുന്നേ ചെയ്ത ക്വസ്റ്റ്യന് y double dash. ഇതിന് മുന്നേ ചെയ്ത 3 ക്വസ്റ്റ്യന് y double dash ആയിരുന്നു. അപ്പോൾ y double dash എന്നുള്ള പ്രോബ്ലം വരുമ്പോഴാണ് ഞാൻ ആ പറഞ്ഞ ഫോർമുലകൾ യൂസ് ചെയ്യേണ്ടത്. മാത്രമല്ല y of 0 എന്നുള്ള രീതിയിലും കണ്ടീഷൻ 0 ആയിരിക്കും. എക്സ് ഇസ് ഈക്വൽ ടു 0 മാത്രമേ ആ പർട്ടിക്കുലർ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമ്മൾ ആ പറഞ്ഞു തന്ന ഫോർമുല എല്ലാം അങ്ങ് മറന്നേക്കണം. ഞാൻ എന്താണോ പ്രൊസീജിയർ പറഞ്ഞ് ആ പ്രൊസീജിയർ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ക്യാപിറ്റൽ ഡിയിലേക്ക് ആക്കുമ്പോൾ ഇത് d³ മൈനസ് y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ d² പ്ലസ് 100 y ഡാഷ് എന്ന് പറയുമ്പോൾ d മൈനസ് 100 ഇൻറ്റു ബ്രാക്കറ്റിന് പുറത്ത് y ഈക്വൽ ടു 0. അടുത്ത ഓക്സിലറി ഇക്വേഷൻ എഴുതാനായിട്ട് ഡിക്ക് m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഡിക്ക് m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതെങ്ങനെ മാറും? m³ മൈനസ് m² പ്ലസ് 100m മൈനസ് 100 ഇസ് ഈക്വൽ ടു 0. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ പെട്ടെന്ന് ആൻസർ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ മെത്തേഡ് എങ്ങനെയാണ്? പുട്ട് m ഈക്വൽ ടു 1, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. എമ്മിന് 1 കൊടുത്ത് നോക്കും, 0 ആവണമെങ്കിൽ അങ്ങനെ. അല്ലെങ്കിൽ അടുത്ത് എന്താ ചെയ്യുക? എമ്മിന് നമ്മൾ -1 കൊടുക്കും, പിന്നെ -2 കൊടുക്കും. എവിടെ വെച്ചാണോ 0 ആവുക ആ വാല്യൂനെ നമ്മളങ്ങ് ചൂസ് ചെയ്യും. ഇവിടെ നോക്കിക്കുക, m ഈക്വൽ ടു 1 കൊടുത്തപ്പോൾ ഇതെന്തായി? ഈക്വൽ ടു 0 ആയി. അപ്പോൾ m ഈക്വൽ ടു 1 എന്താണ്? m ഈക്വൽ ടു 1 ഈസ് എ റൂട്ട്. ഓക്കെ, m ഈക്വൽ ടു 1 ആണ് നമ്മുടെ ആദ്യത്തെ റൂട്ട് എന്ന് കിട്ടി. ഇനി നമുക്ക് രണ്ടെണ്ണം കൂടെ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിന്തറ്റിക് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കോയിഫിഷ്യൻസ് ആണ് നമുക്ക് വേണ്ടത്. m³, പിന്നെ എന്താ ഇവിടെയുള്ള m², തൊട്ടടുത്ത് വരേണ്ടത് m, പിന്നെ അടുത്തുള്ളത് കോൺസ്റ്റൻറ്റ്. സപ്പോസ് ഇതിൽ ഏതെങ്കിലും ഒരു കോയിഫിഷ്യൻ്റ് അവിടെ ഇല്ലെങ്കിൽ അവിടെ 0 കൊടുക്കുക. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. m³ കോയിഫിഷ്യൻ്റ് അതിനകത്ത് ഇക്വേഷനിൽ 1, m² കോയിഫിഷ്യൻ്റ് -1, എമ്മിൻ്റെ കോയിഫിഷ്യൻ്റ് 100, കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ -100. ഫസ്റ്റ് ടേമിൻ്റെ താഴെ നമ്മൾ എപ്പോഴും 0. സോ 1 + 0 അകത്തുള്ള ആൾക്കാരെ ആഡ് ചെയ്യണം, പുറത്തുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യണം, മറന്നു പോരുത്. അപ്പോൾ 1 + 0 1, പുറത്ത് വന്നില്ലേ? പുറത്തുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1 × 1 1, -1 + 1 0, 1 × 0 0, 100 + 0 100, 1 × 100 100. നോക്കിക്കേ, ലാസ്റ്റ് വാല്യൂ 100ഉം -100ഉം 0 ആയിപ്പോയി. ഇനി ഇവിടുത്തെ കോയിഫിഷ്യൻ്റ് എന്താ? m² m കോൺസ്റ്റൻറ്റ്. ഇതെങ്ങനെ എഴുതേണ്ടേ? m² പ്ലസ് 100 ഇസ് ഈക്വൽ ടു 0. ദറ്റ് ഈസ് m² ഇസ് ഈക്വൽ ടു -100. അപ്പോൾ m ഈക്വൽ ടു ±10i എന്ന് കിട്ടും അല്ലേ? m ഈക്വൽ ടു ±10i. അപ്പോൾ നമ്മുടെ എമ്മിൻ്റെ വാല്യൂ m ഈക്വൽ ടു 1, പിന്നെ എന്താ കിട്ടിയേ? ±10i എന്ന് കിട്ടി. അതായത് രണ്ടാമത്തത് ഇമാജിനറിയാണ്. അവിടെ ആൽഫ 0യും ബീറ്റ എന്ന് പറയുന്നത് 10ഉം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ CF എങ്ങനെ എഴുതേണ്ടേ?
y of x is equal to CF is equal to C1 e raised to x plus e raised to 0x into അത് 1 ആണ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല C2 cos beta x ബീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ 10x പ്ലസ് C3 sin beta x എന്ന് പറയുന്നത് ഇവിടെ 10x ഓക്കെ ഡയറക്റ്റ് മെത്തേഡാണ് ഇവിടെ ഫോമുല ഇല്ല എന്തുകൊണ്ടാണ് ഫോമുല ഇല്ലാത്ത ഇവിടെ 0 ആണെങ്കിലും ഡബിൾ ഡാഷ് അല്ല ഇത് ട്രിപ്പിൾ ഡാഷ് ആണ് നമുക്ക് ഫോമുല അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഗിവൺ കണ്ടീഷൻ y of 0 is equal to 4 x ന് 0 കൊടുത്ത് ഇവിടെ എഴുതാവോ C1 e raised to 0 പ്ലസ് C2 cos 0 plus C3 sin 0 is equal to 4. Sin 0 0 ആണ് cos 0 1 ആണ്. സോ ആൻസർ എന്താ കിട്ടുന്നത് C1 plus C2 is equal to 4 എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. അയാളെ നമ്മളങ്ങ് മാറ്റി നിർത്തി. അടുത്ത y dash of 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താലേ പറ്റത്തുള്ളൂ ഡിഫറൻഷിയേറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ y of x നെ നമുക്ക് ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് y dash of x is equal to C1 കോൺസ്റ്റന്റ് ആണ് e raised to x ന്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ് e raised to x പ്ലസ് C2 കോൺസ്റ്റന്റ് ആണ് കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 10x ഇൻറ്റു 10 ഓക്കെ പ്ലസ് C3 കോൺസ്റ്റന്റ് സൈൻ 10x ന്റെ ഡെറിവേറ്റീവ് കോസ് 10x ഇൻറ്റു 10 ഓക്കെ അപ്പോൾ y ഡാഷ് ഓഫ് എക്സ് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത് y ഡാഷ് ഓഫ് എക്സിനകത്ത് നമ്മൾ ആ തന്നിട്ടുള്ള കണ്ടീഷൻ എന്താ y ഡാഷ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 11. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ ഇക്വേഷൻ എങ്ങനെയായി മാറും C1 ഇൻറ്റു e റൈസ് ടു 0 ദാറ്റ് ഇസ് C1 മൈനസ് 10 C2 ഇൻറ്റു സൈൻ 0 പ്ലസ് 10 C3 ഇൻറ്റു കോസ് 0 ഇസ് ഈക്വൽ ടു 11. കോസ് 0 1 ആണ് സൈൻ 0 0 ആണ്. സോ ഇതെങ്ങനെയായി മാറും C1 പ്ലസ് 10 C3 ഇസ് ഈക്വൽ ടു 11. രണ്ടിലും കോമൺ ആയിട്ട് C1 ഉണ്ട് ബട്ട് ഒരിടത്ത് C2 ഒരിടത്ത് C3 ആണ് അല്ലേ. അപ്പോൾ ഇതും പറ്റത്തില്ല ഇക്വേഷൻ 2 ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അടുത്ത് എന്താ ചെയ്യേണ്ടത് എഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. y ഡാഷ് ഓഫ് എക്സിനെ ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും y ഡബിൾ ഡാഷ് ഓഫ് എക്സ് കിട്ടും. അപ്പോൾ y ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു C1 e റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് C1 കോൺസ്റ്റന്റ് e റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് e റൈസ് ടു എക്സ് മൈനസ് C2 കോൺസ്റ്റന്റ് സൈൻ 10x ഡെറിവേറ്റീവ് എന്താ കോസ് 10x ഇൻറ്റു 10ഉം ഇവിടെ ഓൾറെഡി ഉള്ള 10ഉം കൂടെ ചേർന്നിട്ട് അത് 100 ആവും പ്ലസ് C3 ഇൻറ്റു കോസ് 10x ഡെറിവേറ്റീവ് മൈനസ് സൈൻ 10x ഇൻറ്റു 10ഉം ഈ 10ഉം കൂടെ ചേർന്നിട്ട് അതും 100 ഓക്കെ. അപ്പോൾ അത് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പിൽ y ഡബിൾ ഡാഷ് ഓഫ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. y ഡബിൾ ഡാഷ് ഓഫ് 0 എന്തുവായിരുന്നു മൈനസ് 299. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് വരണേ എക്സിന് 0 കൊടുക്കുമ്പോൾ C1 മൈനസ് 100 C2 കോസ് 0 മൈനസ് 100 C3 സൈൻ 0 ഇസ് ഈക്വൽ ടു മൈനസ് 299. സൈൻ 0 0 ആണ് കോസ് 0 1 ആണ്. സോ C1 മൈനസ് 100 C2 ഇസ് ഈക്വൽ ടു മൈനസ് 299 ഓക്കെ. അഗെയിൻ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷനാണ് ഇക്വേഷൻ നമ്പർ 3. ഇനി നോക്കിക്കേ നിങ്ങളുടെ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 3യും തമ്മിൽ നമുക്ക് സോൾവ് ചെയ്തൂടെ. രണ്ടിലും C1 C2 ഇവിടെയും C1 C2 രണ്ടിടത്തും C1ൻ്റെ കോയിഫിഷ്യൻ എന്തുവാണ് സെയിം ആണ്. അപ്പം നമുക്ക് ഇക്വേഷൻ 1 മൈനസ് 3 ചെയ്യുവാണെങ്കിൽ നോക്കിക്കൊള്ളാം C1 മൈനസ് C1 0 ഇവിടെ ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതാം C1 പ്ലസ് C2 ഇസ് ഈക്വൽ ടു 4ഉം മറ്റേ ഇക്വേഷൻ എന്തായിരുന്നു C1 മൈനസ് 100 C2 ഇസ് ഈക്വൽ ടു മൈനസ് 299 ഓക്കെ. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ C1 മൈനസ് C1 എന്തായി 0 ആയി. C2 മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് 100 C2 എന്ന് പറഞ്ഞാൽ പ്ലസ് 101 C2 299 എന്നുള്ളത് മൈനസ് എന്നുള്ളത് പ്ലസ് ആവും. 4 മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ പ്ലസ് ആവത്തില്ലേ. 299 പ്ലസ് 4 എന്തുവാ 303. അപ്പോൾ C2 ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി ഓക്കെ. C2ന് വാല്യൂ കിട്ടിയാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താണെന്ന് വിളിക്കാം C1 ഫൈൻഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു അത് C1 പ്ലസ് C2 ഇസ് ഈക്വൽ ടു 4 ഇതല്ലായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അതിനകത്ത് C1ൻ്റെ സ്ഥാനത്ത് 3 കൊടുക്കുമ്പം 3 പ്ലസ് C2 ഇസ് ഈക്വൽ ടു 4. സോ C2 ഇസ് ഈക്വൽ ടു 4 മൈനസ് 3 ഇസ് ഈക്വൽ ടു 1. അപ്പോൾ C2ൻ്റെ വാല്യൂ എന്ത് കിട്ടി 1 എന്ന് കിട്ടി. അപ്പോൾ C1ഉം C2ഉം കിട്ടി. ഇനി ഒരു ഇക്വേഷൻ കൂടെ നമുക്കുണ്ടല്ലോ ഇക്വേഷൻ 2 എന്ന് പറയുന്നതിനകത്താണ് C3 ഉള്ളത്. അവിടെ C1 പ്ലസ് 10 C3 ഇസ് ഈക്വൽ ടു 11 എന്നാവുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു C2 3 ആയിരുന്നു C1 സോറി ഞാൻ എഴുതിയാൽ വ്യത്യാസം അല്ലേ. അപ്പോൾ C1 ഇസ് ഈക്വൽ ടു ആണ് നമുക്ക് 1 കിട്ടിയത് ഓക്കെ. അപ്പോൾ C1ൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ 1 പ്ലസ് 10 C3 ഇസ് ഈക്വൽ ടു 11. നോക്കി ഇവിടെ C1 പ്ലസ് C2 ഇസ് ഈക്വൽ ടു 4 C2 ആയിരുന്നു 3. ഞാനിപ്പം എന്താ C1 പ്ലസ് 3 എന്നാണ് എഴുതേണ്ടത്. ഇപ്പോൾ പ്ലസ് ആയതാണ് 3 പ്ലസ് C1 ഇസ് ഈക്വൽ ടു 4. C1 ഇസ് ഈക്വൽ ടു 3 അപ്പുറത്തേക്ക് പോയി 4 മൈനസ് 3 ഓക്കെ.
അടുത്ത ആ C1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 1 + 10C3 = 11. 10C3 = 11 - 1 10 ആണ്. സോ C3 ഈസ് ഓൾസോ ഈക്വൽ ടു 1 എന്ന് കിട്ടി. C3 എന്ത് കിട്ടി നമുക്ക് 1. അപ്പോൾ 3 വാല്യൂ കിട്ടിയല്ലോ. നമ്മുടെ സൊല്യൂഷൻ y ഈസ് ഈക്വൽ ടു C1 e⁻x + C2 cos 10x + C3 sin 10x ആയിരുന്നില്ലേ. അതിൽ C1 C2 C3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം C1ൻ്റെ സ്ഥാനത്ത് 1 × e⁻x, C2ൻ്റെ സ്ഥാനത്ത് 3 × cos 10x, C3യുടെ സ്ഥാനത്ത് 1 × sin 10x. പർട്ടിക്കുലർ സൊല്യൂഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എളുപ്പ വഴിയില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രൊസീജിയർ ഞാൻ എല്ലാ പ്രോബ്ലത്തിലും എളുപ്പ വഴിയിൽ പ്രോബ്ലം ചെയ്താലും ഡയറക്റ്റ് പ്രൊസീജിയറും കൂടി ഞാൻ സൈഡിൽ കാണിച്ചെന്ന് ഈ ഒരു കാര്യം കൊണ്ടാണ്. ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട് തരുന്നതാണ്. 2 y∬ തുടങ്ങുന്നത്. y∬ തുടങ്ങുമ്പോൾ ആദ്യത്തെ ആൾ ഇമാജിനറി ആണ് ആൻസർ വരിക. അതിൻ്റെ ആൻസർ C1 = 4.6 എന്നും C2 = -0.24 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ മെത്തേഡിൽ ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിന് സൊല്യൂഷൻ തരാം. ഓക്കെ. അടുത്ത് y∬ + 0.4 y' + 9.04 y എന്ന് പറയുന്നത് എമ്മിൻ്റെ വാല്യൂ -0.5 ± 3 ഒരു ഇമാജിനറി വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ C1ൻ്റെ ആൻസർ 0 എന്നും C2ൻ്റെ ആൻസർ 1 എന്നുമാണ് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ C1 C2ൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഞാൻ പറഞ്ഞ മെത്തേഡിൽ ചെയ്ത് നോക്കുക. അപ്പോൾ സെക്കൻഡ് ഓർഡറിൻ്റെ പ്രോബ്ലമാണ് കൂടുതൽ തന്നിരിക്കുന്നത്. തേർഡ് ഓർഡർ എങ്ങാനും ചോദിച്ചാൽ ഹയർ ഓർഡർ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഹയർ ഓർഡറിനകത്ത് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ചോദിച്ചാൽ ചെയ്യാനായിട്ട് ഞാൻ മെത്തേഡ് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ വരുന്ന വീഡിയോയിൽ എവിടെയെങ്കിലും ഞാനത് ഇൻക്ലൂഡ് ചെയ്യാം. നമ്മളിന്ന് സെക്കൻഡ് ഓർഡറിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാനും പഠിച്ചു. അതുപോലെ തന്നെ ഹയർ ഓർഡറിലും തേർഡ് ഓർഡർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അപ്പോൾ തേർഡ് ഓർഡർ പോലെ തന്നെ ഫോർത്ത് ഓർഡറോ അല്ലെങ്കിൽ ഹയർ ഓർഡറിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം. അപ്പോൾ നമുക്ക് രണ്ടും ഹയർ ഓർഡറും പഠിപ്പിച്ചിട്ടുണ്ട്, സെക്കൻഡ് ഓർഡറും പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സിലബസിനകത്ത് എടുത്ത് പറയുന്നുണ്ട്, സെക്കൻഡ് ഓർഡറിനും പറയുന്നുണ്ട്, ഹയർ ഓർഡറിനും പറയുന്നുണ്ട്. അപ്പോൾ ആ രണ്ടിലും നമ്മൾ പ്രോബ്ലംസ് ചെയ്തു. മാക്സിമം നമ്പർ ഓഫ് പ്രോബ്ലം ചെയ്യാം. നമുക്കൊരു ഷുവർ ക്വസ്റ്റ്യൻ ഈ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് പർട്ടിക്കുലർ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് ഹയർ ഓർഡർ അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡറിനകത്ത് ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ഹോമോജിനിയസ് നമ്മൾ കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നോൺ ഹോമോജിനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് പഠിക്കുന്നത്. അപ്പോൾ നോൺ ഹോമോജിനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം y = കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ, പർട്ടിക്കുലർ സൊല്യൂഷൻ അല്ല പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന് വരും. ഈ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഫൈൻഡ് ചെയ്യാൻ ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക.